രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. 1. നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുമ്പോൾ. 2. ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ആ സംഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ജീവിതത്തിൽ അനുഭവങ്ങൾ പാഠങ്ങളാണ്, നന്മ തിന്മകൾ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള അവസരവുമാണ്. എന്നെ വെറുക്കുന്നവരെക്കാൾ എനിക്ക് വെറുപ്പാണ് എനിക്ക് മുന്നിൽ സ്നേഹം അഭിനയിക്കുന്നവരെ. ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്, കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണണം എന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. നമ്മുടെ മനസ്സൊന്ന് വേദനിച്ചാൽ അത് മനസ്സിലാക്കുന്ന മറ്റൊരു മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തെ ഏറെ മനോഹരമാക്കുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണം വിദ്യാഭ്യാസമോ അറിവോ പണമോ അല്ല, ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീര് ഉണ്ടാവും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ കാലുറപ്പിച്ച് നിൽക്കുന്ന നമ്മുടെ സ്ഥലം, നമ്മുടെ ആലോചനകളുടെ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിച്ച് തുടങ്ങുന്നിടത്താണ് തോൽവിയുടെ ആദ്യ തുടക്കം. ലോകത്തിലെ ഏറ്റവും മോശമായ മനുഷ്യൻ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാർത്ഥനായ വ്യക്തിയാണ്. കാരണം അവനിൽ സദ്ഗുണങ്ങളൊന്നും കാണുകയില്ല. അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന പേടിയിൽ നിന്നും, ആരില്ലെങ്കിലും നമ്മൾ ജീവിച്ചേ പറ്റൂ എന്ന തിരിച്ചറിവിലേക്കുള്ള ഇത്തിരി ദൂരത്തിനിടയിലാണ് നമ്മൾ ജീവിതത്തെ ശരിക്കും അറിയുന്നത്. നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. തണലിലേക്ക് മാറാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ തണലായി മാറാൻ ചിലർക്കേ കഴിയൂ. എന്നെപ്പോലെ ആകാൻ ആരും പരിശ്രമിക്കരുത്. ഞാൻ തന്നെ എൻ്റെ റോൾ ചെയ്യുവാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാടുള്ളൂ, അടുത്തു ചെല്ലുമ്പോൾ ഓരോ മരവും ഒറ്റയ്ക്കാണ്. അങ്ങനെയാണ് ജീവിതവും. നോക്കുമ്പോൾ എല്ലാവരുമുണ്ട്, എന്നാലും നമ്മൾ തനിച്ചാണ്. രൂപം മാത്രം നോക്കി ഒന്നിനെയും വിലയിരുത്തരുത്. രൂപവും ഭാവവും ചേർന്നെങ്കിലേ എന്തും യാഥാർത്ഥ്യം ആവുകയുള്ളൂ. അത് ജീവിതമായാലും സ്നേഹമായാലും പ്രണയമായാലും.